രാഹുലിന്റെ വണ്ടിയാണ്. എല്ലാം പ്ലാസ്റ്റിക് കെട്ടിപ്പൊഴിഞ്ഞാൽ വന്ന രാഹുല, ഇതിന് ഒന്നാം പ്രതി രാഹുല. ഈ ദിൽബർ വിളിച്ചോണ്ട് വന്ന ഈ വണ്ടി ഇടിക്കുന്നത് ദിൽബറും അൻവറും കൂടെ ചേർന്ന്. ഈ ദിൽബർ എന്ന് പറഞ്ഞവൻ ചിലറെ ചെരുപ്പ് കടയൊക്കെ ഉള്ളതാണ്. ഈ അൻവർ എന്ന് പറഞ്ഞവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, കുക്ക് ഇൻസ്പെക്ടർ, മെഡിക്കൽ ഷോപ്പും ഒക്കെ ചിതറയിലുണ്ട്. ഞങ്ങൾക്ക് ഒരു രൂപയ്ക്ക് മാർഗ്ഗമില്ല. ഞങ്ങളിങ്ങനെ 4 ചായ ഒഴിച്ചാൽ ജീവിക്കുന്നത്. ഇറങ്ങാൻ പറഞ്ഞു, 6 മാസം കൊണ്ട് ഇറങ്ങാൻ പറയും. അപ്പൊ വീണ്ടും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വാടക വീടിനെ ചൊല്ലി വാടക വീട് പൊളിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വാർത്ത വരികയുണ്ടായേ. ആ ഒരു വാർത്തയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വാടക വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമല്ല. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീടാണ്. അതിന് പിന്നെ സാഹചര്യം മൂലം ചില ആൾക്കാർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, ചില ആൾക്കാർ വെറുതെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ഒരു വാടക വീടെന്ന് പറയുന്നത് എത്രയോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചിലപ്പം വാടക കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തൊരു സമയം വരും. പക്ഷേ ഇന്നലെ കണ്ടൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, വാടക വീട് നിന്ന് 6 മാസത്തോളമായിട്ട് അവർ വീട് മാറാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷെ അവർ മാറുന്നില്ല. പക്ഷെ മാറാത്തതിന്റെ ഫലമായിട്ടാണ് അവർ മാറുന്നുമില്ല, വാടകയും കൊടുക്കുന്നില്ല. പക്ഷേ ആ ഒരു കാരണം കൊണ്ടും ഈ വാടക ഓണർക്കെതിരെ ഇവർ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഈ ഒരു കോടതിയിലൊക്കെ ആണെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പരാതി ഇങ്ങനെ സ്റ്റേ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇപ്പോഴും വാടക എന്തോ കൂട്ടി ചോദിച്ചിട്ടുണ്ട്, വാടകയും കൊടുക്കുന്നില്ല, ഇറങ്ങുന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ഥിതി ആയപ്പോഴത്തേക്ക് ഈ ഒരു വാടക ഓണർ ആ ഒരു വീട് പൊളിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. വീട് പൊളിച്ചു മാറ്റിയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടതാണ്. പക്ഷേ അതിലല്ല ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വാടക വീടെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടല്ല, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു വാടക വീട്ടിൽ കിടന്നുകൊണ്ട് അവർക്കെതിരെ തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്ത് തരം ന്യായമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഈ ഒരു വാടക വീട്ടിൽ കിടന്ന നമ്മുടെ സ്വന്തം വീടല്ലാത്തത് കൊണ്ട് തന്നെ അവരെപ്പോൾ നമ്മളോട് മാറാൻ പറയുന്നോ അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ട കടമ നമ്മളുടേതാണ്, അല്ലാണ്ട് അവരുടെ അല്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. ഇത് ഈ ഒരു വീടെന്ന് പറയുന്നത് കൊല്ലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു വീടെന്ന് പറയുന്നത് ആ ഒരു ഓണറിന്റെ അച്ഛനാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 വർഷക്കാലത്തോളം ഇവർ താമസിക്കുകയാണ്. അപ്പോൾ അച്ഛൻ മരിച്ചു, പിന്നെ ഇവർ വാടകയും കൊടുക്കുന്നില്ല, വാടകയ്ക്ക് നിൽക്കുന്ന വീടും താമസം മാറ്റുന്നില്ല. അങ്ങനെ ആയപ്പോൾ വലിയ പ്രശ്നമായി. അങ്ങനെ ഇവര് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നേരത്താണ് ഈ ഒരു വീട് ഇടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം, മൊത്തത്തില് ഈ ഒരു വാടക താമസിക്കുന്ന ആൾക്കാർക്ക് എതിരെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവര് പറയുന്ന ഭാഗം ന്യായീകരണമല്ല. അവരോട് വാടകയ്ക്ക് നിന്ന് മാറി കൊടുക്കാൻ പറഞ്ഞു. മാറി കൊടുക്കണമെങ്കിൽ 4 ലക്ഷം രൂപ ഈ ഒരു വാടകക്കാർക്ക് ഈ ഒരു ഓണർ കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ആ ഒരു വീട്ടിലൊരു കോഴി ഫാം തന്നെ നടത്തുന്നുണ്ട്, ഒരു കോഴിക്കട കൂടി നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? അപ്പൊ നമുക്ക് വീടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീട് വാടകയ്ക്ക് നോക്കുന്നത്. അപ്പൊ ഈ ഒരു കാരണത്താൽ തന്നെ ഇപ്പൊ ഒരുപാട് പേർക്ക് വാടകയ്ക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. കൊല്ലത്ത് വാടക തർക്കത്തെ തുടർന്ന് ഉടമ കെട്ടിടം ഇടിച്ചു നിരത്തി. 8 വർഷമായി താമസക്കാരായ അബ്ദുൾ വഹീദും ഭാര്യയും സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് ഉടമകൾ കെട്ടിടം തകർത്തത്. കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാത്തതിൽ പ്രകോപിതരായാണ് ഉടമകൾ ഇത്തരത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കിയത്. പോലീസ് വിളിച്ചത് ഇവരുടെ വീട്ടിൽ പോയി ഞാൻ ചീത്ത വിളിച്ചെന്ന്. ഞാൻ അവിടെ വശത്തോട്ട് പോലും പോയിട്ടില്ല. വീട്ടിൽ പോയി ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. ഇവിടുത്തെ പകുതി സാധനങ്ങളും പിറക്കിക്കൊണ്ട് ഞങ്ങൾ പോയെന്ന് ഇന്നലെ എങ്ങാണ്ട് പിറക്കി മാറ്റിയെന്ന് പകുതി സാധനങ്ങൾ. ഇത് മൊത്തം ഇതിനകത്ത് കിടക്കുക. മൊത്തം പുതിയ അലമാരി, കട്ടില്, കസേര എല്ലാം ഇതിൽ കിടക്കുക. ഫോണിന്റെ വയറ് വരെ ഇല്ല. മാത്രമേ ഉള്ളൂ, ഒരു ഉടുതുണി പോലും ഇല്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. നമുക്ക് കിണറില്ല, കക്കൂസില്ല, എല്ലാം വെട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്കൊരു ഉടുതുണിയില്ല. കഞ്ഞി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാ. പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ. കഞ്ഞി കുടിക്കാൻ പോലും വിട്ടില്ല, വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പുറത്തിറക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഇടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നു മൊത്തം. ഒരു ഉടുതുണി പോലും ഇല്ല. കട്ടിലെ അലമാരി സകലതും പോയി. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഇവര് തമ്മിൽ എന്തോ കേസ് കോടതിയിൽ കിടക്കുകയാണോ? ഈ കടയിൽ നിന്ന് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഴിയാൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ തന്നേ ഒഴിയത്തുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കട പുതിയ കടയെ അടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്നത്. വലിയ ജാക്കിയോ എന്താ കണ്ട വണ്ടി കൊണ്ടുവന്നാൽ തെങ്ങെല്ലാം പുഴുതും മാറ്റി ഈ പരുവത്തിലാക്കിയത്. പ്രത്യേകിച്ച് ഇവർ കൊണ്ട് കോടതിയിൽ കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ഇവര് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പൈസ മതിയല്ലോ വാടക കൊടുക്കാം. അപ്പൊ വാടകയും കൊടുക്കത്തില്ല, വാടക കൂട്ടാനും സമ്മതിക്കുന്നില്ല, വീട് വിട്ടും പോകുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവരെന്ത് ന്യായീകരണമാണ് ഇതിന് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്കത് കണ്ടിട്ട് വരാം. ഭയങ്കര കല്ലേറ്, കിടക്കാൻ വിടുന്നില്ല, കല്ലേറ്. കാലും കയ്യും പൊങ്ങിയിട്ട് വയ്യ, ഒരു നിവൃത്തിയില്ല. മഴ 4 മണിയായപ്പോഴും മഴ, ഭയങ്കര മഴ. എവിടെ പോകും, എന്ത് ചെയ്യും? കഞ്ഞി പോലും കുടിച്ചില്ല. എന്താ പറയാന്, ഷുഗർ കൊണ്ട് വയ്യ. ഇൻസുലിനൊക്കെ ഫ്രിഡ്ജെല്ലാം ചളങ്ങിപ്പോയി. ഷുഗറിന്റെ ഗുളികയില്ല. ഷുഗർ കൂടിയിട്ട് എനിക്ക് വാ പോലും തുറക്കാൻ വയ്യാത്ത അവസ്ഥയല്ല. ബോധം കെടുക.
രാഹുലിന്റെ വണ്ടിയാ. എല്ലാം പ്ലാസ്റ്റിക് കെട്ടിപ്പൊഴിഞ്ഞാൽ വന്ന രാഹുല. ഇതിന് ഒന്നാം പ്രതി രാഹുല. ഈ ദിൽവർ വിളിച്ചോണ്ട് വന്ന ഈ വണ്ടി ഇടിക്കുന്നത് ദിൽവറും അൻവറും കൂടെ ചേർന്ന്. ഈ ദിൽവർ എന്ന് പറഞ്ഞവൻ ചിതറെ ചെരുപ്പ് കടയൊക്കെ ഉള്ളതാ. ഈ അൻവർ എന്ന് പറഞ്ഞവൻ ഹെൽത്ത് ഇൻസ്പെക്ടറാ, കുക്ക് ഇൻസ്പെക്ടറാ, മെഡിക്കൽ ഷോപ്പും ഒക്കെ ചിതറയിലുണ്ട്. ഞങ്ങൾക്ക് 1 രൂപയ്ക്ക് മാർഗമില്ല. ഞങ്ങളിങ്ങനെ 4 ചായ ഒഴിച്ചാൽ ജീവിക്കുന്നത്. ഇറങ്ങാൻ പറഞ്ഞു, 6 മാസം കൊണ്ട് ഇറങ്ങാൻ പറയുക. ഞങ്ങൾ പറഞ്ഞു, എന്റെ ഭർത്താവ് 4 ലക്ഷം രൂപ മുടക്കി, 5 ലക്ഷം രൂപ മേടി മുടക്കിയതാണ്. നിങ്ങളൊരു 3 ലക്ഷം രൂപയിൽ ലാസ്റ്റ് പറഞ്ഞ് 50,000 രൂപയിൽ ഒഴിയാം. ശരി, സമ്മതിച്ചു. പിന്നെ കൊള്ളക്കാരും കൊലപാതകളും എന്റെ ഭർത്താവ് തന്നെ സുഖമില്ലാത്ത ആളെ അടിക്കാൻ വന്നു. ആകെ പ്രശ്നം, നാട് മൊത്തം ശമ്പും ചാരായം വെച്ച് ഞങ്ങളെ പിടിപ്പിക്കാൻ നോക്കി. അങ്ങനെ പല കേസുകളും. ഇപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇങ്ങനെ ചെയ്യുമോ? ബീറ്റ്റൂട്ട് കലക്കി ശമ്പുവും ചാരായവും സ്പിരിറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ വിടുന്നില്ല. ഇവരെ കാണിക്കുന്നത് അനുസരിച്ചിട്ട് വെച്ചിട്ടാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ പാടാണ് ഇനി. കാരണം അവരുടെ മനസ്സിലേക്ക് ചിന്ത വരികയാണ്, ഇവരിങ്ങനെ കാണിച്ചാൽ നമ്മളിനി അടുത്ത വാടക കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ അവസ്ഥ വന്നാലോ എന്ന് ചിന്തിക്കും. അപ്പം വാടകയ്ക്ക് ആരും വീട് കൊടുക്കാൻ മടിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ ഒരു വീഡിയോ കൂടി തന്നെ വരുന്നത്. എന്ത് മനുഷ്യത്വമല്ലായ്മയാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ആ ഒരു മനുഷ്യൻ 6 മാസത്തോളമായിട്ട് പറയുന്നുണ്ട് വീട് മാറി കൊടുക്കാൻ വേണ്ടിയിട്ട്, വാടകയും കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ആ ഒരു മുതൽ അവർ ആഗ്രഹിക്കുന്നത്? ഒന്നുകിൽ വാടക കൊടുക്കുക, ഇല്ലെങ്കിൽ മാറി താമസിക്കാൻ പറയുമ്പോൾ മാറി താമസിക്കുക. അതാണ് മാന്യത, ന്യായം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്കെതിരെ ഇങ്ങനെ കംപ്ലൈന്റ്സ് കൊടുത്തിട്ട് അവരെന്നെ അടിച്ചിറക്കാൻ നോക്കട്ട്. അവരുടെ വീട്ടിൽ അവർ ഇറങ്ങാൻ പറയുമ്പോൾ നമ്മൾ ഇറങ്ങണം. അത് നമ്മുടെ കടമയാണ്, നമ്മളുടെ സ്വന്തം മുതലല്ല. അത് നമുക്ക് മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്താൽ മാസം എന്തെങ്കിലും വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യം. വെറുതെ നശിച്ച് പോകണ്ടല്ലോ, കുറച്ച് പേര് താമസിക്കട്ടെ, അപ്പൊ കുറച്ച് വാടകയും കിട്ടും, അത്രയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ആ ഒരു സമയത്ത് വാടകയും കൊടുക്കുന്നില്ല, 4 ലക്ഷം രൂപ അങ്ങോട്ടും വേണമെന്ന് പറയുന്നു, അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു വീട്ടിൽ നിന്ന് അവർ മാറത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ന്യായമാണ്? എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. സ്വന്തം വീട് ഇടിച്ചു പൊളിച്ചവരെയാണ് പ്രതികൾ എന്ന് പറയുന്നത്. ഇവർ പോലീസിൽ ഇങ്ങനെ നിരന്തരമായിട്ട് അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ വീട് കൊടുത്തിരിക്കുന്ന ഓണർ എന്ത് ചെയ്യും? ചുമ്മാ കണ്ടോണ്ടിരിക്കോ? അപ്പൊ അവർക്ക് ദേഷ്യം വന്നാൽ അവരുടെ മുതൽ ഇടിച്ചു പൊളിച്ചു. അത് പ്രത്യേക കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തത് കോടതിയിൽ സ്റ്റേ ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു വീട്ടില് ഇവരിനി അധികം കയറേണ്ടെന്നുള്ളത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുക്കി ഉണ്ടാക്കിയൊരു മുതലാണ് അത്. അവരുടെ അച്ഛന് ഉണ്ടാക്കിയ മുതലാണ്. അച്ഛൻ ഇരുന്ന സമയത്ത് വാടകയ്ക്ക് കൊടുത്തൊരു വീടാണ്. അപ്പൊ അച്ഛൻ മരണപ്പെട്ടു. ഇപ്പൊ അവര് ആ ഒരു വീട് ആവശ്യപ്പെട്ടു. കാരണം തന്റെ സ്വത്ത് വകയിൽ ഇനന്തരം ആ ഒരു മകനാണ് ആ ഒരു വീട് കിട്ടിയേക്കുന്നത്. ആ ഒരു സമയത്ത് ആ വീട്ടിൽ നിന്ന് വാടക ഒഴിപ്പിക്കേണ്ട ആ ഒരു മകന്റെ കടമയാണ്. അപ്പൊ മാസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസം അല്ലെങ്കിൽ പറയാം നമ്മൾ 3 മാസത്തിനുള്ളിൽ പൈസ തന്നു തീർക്കാം, അപ്പൊ അതുവരേക്കും നമുക്ക് വീട് കിട്ടുന്നതിലെങ്കിലും അല്പം താമസിക്കാനുള്ള ഒരു കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കാണിക്കും. ഇത് എന്റെ വീടാണ്, എനിക്ക് മാത്രം താമസിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ടവന്റെ മുതൽ കയറി കിടന്നിട്ട് അവസാനം അത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണ്? ഇതിനൊരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സ്വന്തം വീടില്ലാണ്ട് വാടകയ്ക്കെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇവര് കാരണം അവർക്കും കൂടി അത് ബാധിക്കുകയാണ്. കാരണം ഇവരെയൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അയ്യോ, ഇനി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നവർക്ക് ചിന്തിക്കാം. 100 തവണ ചിന്തിക്കും ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക്. മറ്റു നമ്മൾ ഒരു വാടകയ്ക്ക് വീട് അന്വേഷിച്ചാൽ പെട്ടെന്ന് വാടകയ്ക്ക് വീട് കിട്ടും, പെട്ടെന്നൊരു വീട് അന്വേഷിച്ചാൽ പെട്ടെന്ന് താമസിക്കാൻ ഒരു വീട് കിട്ടും, പിന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിക്കാറ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇനി അവര് 100 തവണ അല്ലെങ്കിൽ 101 തവണ ആലോചിക്കും ഈ വാടകയ്ക്ക് കൊടുക്കണം ശരിയാണോ, അതിനി വെറുതെ കിടന്ന് ഇടുങ്ങി പൊളിങ്ങി പോയാലും കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുന്നത് ശരിയാണെന്ന് അവരുടെ മനസ്സിനകത്തേക്ക് ചിന്ത വരികയാണ്. അതാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഓണർ മാന്യമായിട്ട് താമസം മാറാനുള്ള സാവകാശം കൊടുത്തു, പൈസ കൊടുക്കാനുള്ള സാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് അവിടെ ഒരു കോഴിക്കട തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും ആൾക്കാര്. ഒരു വീടെന്ന് പറയുന്നത് വീട് താമസിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കോഴിക്കട നടത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ ക്ഷമിച്ചു, പിന്നെ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു, ഒക്കെ ചെയ്തിട്ടും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർക്കെതിരെ കംപ്ലൈന്റ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്. വാടകയും കൊടുക്കത്തില്ല, ഒരു എന്താ പറയാ ഇറങ്ങിയും കൊടുക്കത്തില്ല. ഇനി അഥവാ ഇറങ്ങണമെങ്കിൽ 4 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം. ഈ ഒരു ഓണർ 4 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ആ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ കിടക്കുന്നത്. എന്താ അല്ലേ സത്യം പറഞ്ഞാല് എന്താണ് അതുകൊണ്ട് ഇതേ നാണമില്ലേ മീഡിയ? നിങ്ങൾക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിപ്പോൾ അവരെ ഉപദ്രവിക്കാതെ വീട് തകർത്തതാണോ പ്രശ്നം? എല്ലാ ആൾക്കാരും ആ ഒരു ഓണറിന്റെ ഭാഗത്താണ് ന്യായം പറയുന്നത്. കാരണം ഓണറിന്റെ ഭാഗത്താണ് ന്യായം. അവർ സാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ സാവകാശം കൊടുത്തു, വാടക കൊടുക്കുന്നില്ല, 6 മാസത്തോളമായിട്ട് വാടക കൊടുക്കുന്നില്ല. അപ്പം 1-2 മാസം നീ നമുക്ക് വീട് മാറാനൊരു സമയം തരണം, ഇല്ലെങ്കിൽ വാടക തരാൻ ഒരു 3 മാസം സമയം തരണം എന്ന് പറയും. ഓക്കെ ശരി. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് നേരെ
പോലീസ് സ്റ്റേഷനിലേക്ക് ഓടും. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. കഷ്ടതയുണ്ട്. വീട് വാടകയ്ക്ക് എടുത്തപ്പോഴത്തേക്ക് പോലീസുകാരും കൊണ്ടല്ലോ വന്ന, അത് കോടതിയും കൊണ്ടല്ലോ വന്നത്. അപ്പം വീട് വാടകയ്ക്ക് എടുത്തപ്പം ഈ ഒരു വീട്ടുകാർ മാത്രമല്ലേ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അത് മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തീർക്കുക. ഇന്നതുപോലെ 2 മാസം സമയം തായോ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കും. ഇത്ര നാൾ കേട്ടില്ലേ. അപ്പം ഇവർ ഇറങ്ങാത്തതുകൊണ്ടാണല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, ഇങ്ങനെ മനസ്സിൽ ചിന്തയുള്ള കുറെ ആൾക്കാർ കാണുമല്ലോ, നമുക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ മതി, വിട്ടുകൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട്ടിനകത്തോട്ട് കാല് കുത്തി കയറുമ്പോൾ തന്നെ വിചാരിക്കുന്ന ഒരു കാര്യം, അപ്പോഴും മനസ്സിലായിരിക്കും നമ്മുടെ വീടല്ല, ഇത് നമ്മുടെ മുതലല്ല, ഇത് കണ്ടവന്റെ മുതലാണ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു അധികാരമില്ല. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് താമസിക്കുന്നു എന്ന് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അല്ലാണ്ട് കയറുമ്പോൾ തന്നെ ഇത് നമ്മുടെ വീടാണ്, നമ്മൾ ഉണ്ടാക്കിയ മുതലാണ് എന്നുള്ള രീതിയിൽ വൃത്തിയായിട്ട രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് വിട്ടുകൊടുക്കാനൊക്കെ ഒരു മടി തോന്നുന്നത്. നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീടല്ല, ഇത് വാടക വീടാണ്, മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അവർ നമുക്ക് വില കുറച്ച് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കാം. കാരണം അയ്യോ അവര് നമുക്ക് കുറച്ച് പൈസയിലെങ്കിലും തന്നല്ലോ ആ ഒരു വീട് എന്ന് വിചാരിക്കാം. അപ്പൊ ലക്ഷങ്ങളോളം വിലയുള്ള ഒരു വീട്ടിൽ കയറി കിടന്നിട്ടും എന്റെ വീട് അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല.